എൻ്റെ പേര് അനു. ഞാൻ വരുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്. സെൻറ്റ് മേരീസ് ചർച്ച് വേദഗിരി ഇടഭാഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 11/2/2025 ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയുടെ കാര്യം ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിരുന്നു. അമ്മ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാൻ വിദേശ പഠനത്തിനായി ജർമ്മനിക്ക് പോകാനായിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ആദ്യം ഒന്ന് എക്സാം, എൻ്റെ കൂടെ ഉള്ള കുട്ടികളും ഞാനും എക്സാം എഴുതാനായിട്ട് പോയിരുന്നു. ആ എക്സാമിന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നെങ്കിലും എൻ്റെ മെറിറ്റിലായിരുന്നു ഞാൻ കൂടുതൽ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, വിജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് ഞാൻ പാലിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചു. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിച്ചു. 1 മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അരമണിക്കൂർ ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് പാലിച്ചു. എന്നും 5:30 പ്രതീക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ചെല്ലുമായിരുന്നു. ഡെയിലി ബ്ലെസ്സിങ്, അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും വചനങ്ങൾ എഴുതി അയക്കുകയും ചെയ്യുമായിരുന്നു. വചനങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി ആദ്യമായി സ്ലോട്ട് എടുത്തു. മാർച്ചിൽ എക്സാമിന് സ്ലോട്ട് എടുത്തു. ആദ്യം തന്നെ എഴുതാനിരുന്നത് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ്. ആദ്യമായിട്ട് എഴുതുന്നതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. അഡ്വൈസ് ചോദിച്ചവരെല്ലാം പറഞ്ഞത് ഏറ്റവും പാടുള്ള എക്സാമാണ്, ആദ്യത്തെ അറ്റംപ്റ്റിന് കിട്ടത്തില്ല, 2 തവണയൊക്കെ എഴുതി കഴിയുമ്പം പാസ്സാകുമായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. നീ അവരെ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. ജെറമ്യ 1:8. ഈ വചനം എഴുതി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ എക്സാമിന് പോയി. 2 എക്സാമും വളരെ ടഫുള്ള എക്സാമായിരുന്നു. എക്സാം ഹാളിൽ കയറി ഞാൻ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും കാശുരൂപം ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിന് ഞാൻ ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്തിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. ഇടയ്ക്ക് പാടായി പോയപ്പോഴും പറയാൻ പറ്റാതെ വന്ന സമയത്ത് ഉടമ്പടി കാശുരൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചതിന് എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു. അങ്ങനെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. ആ എക്സാമിൻ്റെ ആദ്യത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് 10 മണി തൊട്ട് 6 മണി വരെയുള്ള എക്സാമിന് എനിക്ക് 10 മണിക്ക് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. വേഗം തന്നെ എക്സാം എഴുതി ഇറങ്ങാൻ പറ്റി. പിറ്റേ ദിവസം എക്സാമിന് കയറി, റൈറ്റിങ്ങിന് കയറി. എനിക്കറിയാത്തൊരു ടോപ്പിക്ക് വന്നു. ഉടമ്പടി ഉപ്പ് ഞാൻ എഴുതുന്ന പേപ്പറിൻ്റെ മുന്നിൽ വിതറിയിട്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി എഴുതിയത്. കറക്റ്റ് സമയത്ത് എഴുതി ഞാൻ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ ഒരു തടസ്സവും കൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് എക്സാമിന് സ്ലോട്ട് എടുത്തു. 2ാമത്തെ എക്സാം ഞാൻ എഴുതാൻ വേണ്ടി പോയപ്പം ഹോളി വീക്ക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കായിരുന്നു. ഹോളി വീക്കിൽ 7 ദിവസവും ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഉപവാസത്തിലൂടെയും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അടുത്ത എക്സാമിന് അപ്പിയർ ചെയ്തു. അങ്ങനെ ആ 2 എക്സാമും ഞാൻ ചെന്നു. ആ എക്സാമിന് പോയപ്പോൾ ഞാൻ വേറൊരു വചനം പഠിച്ചു. നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ 7 ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു തരും, മുൻപത്തേതുപോലെ തന്നെ നിന്നെ ഞാൻ വീണ്ടും സഹായിക്കും എന്നുള്ള വചനം. ജോയൽ പ്രവാചകൻ 2:25. ആ വചനം എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. എക്സാമിന് അറ്റൻഡ് ചെയ്തു. ഏറ്റവും നല്ല മാർക്കോടുകൂടി 7 ഇരട്ടിയായിട്ട് അമ്മ മാതാവ് എനിക്ക് ആ എക്സാമിന് എന്നെ പാസ്സാക്കി. 100ൽ 90 മാർക്ക് തന്നി, ഏറ്റവും നല്ല മാർക്ക് തന്നി. 2 എക്സാമിനും എന്നെ പാസ്സാക്കി. അത് ഞാൻ അടുത്ത പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തു, ഏജൻസിയിൽ കൊടുത്തു. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയി. അങ്ങനെ ഉടമ്പടി ജൂണിൽ ഞാൻ വീണ്ടും പുതുക്കി കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്തത്. അതും ഒരു തടസ്സവും കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. വിസ പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തു. വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് ജൂലൈയിലേക്ക് സ്ലോട്ട് എടുത്തു. അങ്ങനെ ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് ഓൺലൈനായിട്ട് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തവർക്ക് ജർമ്മനിയിൽ ഇപ്പം പുതിയ നിയമം മാറി. അപ്പോൾ CSP എന്നുള്ള ഒരു പോർട്ടൽ വഴി നമുക്ക് അപ്രൂവൽ വരാണ്ട് ഒരിക്കലും വിസയ്ക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു തടസ്സം മുന്നിൽ കണ്ട് പേടിച്ചു നിന്നു, പ്രാർത്ഥിച്ചു. പക്ഷേ ഓരോ ദിവസം പോകുന്തോറും ഓരോ തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. 2 തൊട്ട് 6 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസിയിൽ നിന്ന് അറിയിച്ചു പോകാൻ പറ്റില്ലായിരിക്കും,
തടസ്സമാണ്, അടുത്ത മാർച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ വരെ നോക്കി നിന്നു, വന്നില്ല. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. സെപ്റ്റംബർ 15 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ 36 ദിവസം 36 എന്നുള്ളൊരു നമ്പർ തന്നു. അങ്ങനെ 36 ദിവസത്തിനുള്ളിൽ നീ പോകുമെന്ന് പറഞ്ഞു. ആ നമ്പർ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു അപ്പോയിൻമെൻറ്റ് തരാം എല്ലാവർക്കും, ഈ ഇൻടേക്കിന് പോകുന്നവർക്ക്. അങ്ങനെ ഈ ഇൻടേക്കിന് പോകുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് തന്നു. അത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം അപ്രൂവലിൻ്റെ ആദ്യത്തെ മെയിൽ വന്നു. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറി. 22-ാം തീയതി വിസയ്ക്ക് വെച്ചു. പക്ഷേ ടൈമില്ല എന്നുള്ളത് അവർ അറിയിച്ചു. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. 7 തൊട്ട് 14 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞു, വിസ വന്നില്ല. അങ്ങനെ വിസ വന്നവരെല്ലാം കയറി പോകാൻ തുടങ്ങി. പിറ്റേ ദിവസം തന്നെ പോകണം, അല്ലെ അന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞു. ഒക്ടോബർ 1 കഴിഞ്ഞു. വീണ്ടും നിരാശയിലേക്ക് പോയി. പക്ഷെ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചിരുന്നു. പ്രാർത്ഥനയോട് തന്നെ മുന്നോട്ട് പോയി. 14-ാം തീയതി ഡിസ്പാച്ച് മെയിൽ വന്നു. അങ്ങനെ 16-ാം തീയതി എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. പക്ഷേ വിസ കിട്ടിക്കഴിഞ്ഞ് എല്ലാ തടസ്സങ്ങളും മാറി. എല്ലാവരോടും പോകുക, പിറ്റേ ദിവസം പോകണം എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു. കൊന്തമാസമായിരുന്നു. ജപമാല കഴിഞ്ഞ് വീട്ടിൽ വന്നു. 8 മണിയായിട്ടും ഇവരിതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം പറയുന്നില്ല. ചെയ്യാമെന്ന് പറയുന്നു, ഇതുവരെ ഒന്നും ചെയ്തില്ല. 8 മണിയായപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ജർമ്മനിക്ക് അനുവിനെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. എന്തോ പറയുന്നതെന്നുള്ള രീതിയിലായി. ഭയങ്കര പേടിയായി. എങ്ങനെ ഇത് വീട്ടിൽ പറയും? എല്ലാവരോടും പറഞ്ഞു പോകുക, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുവാണ്, ഇവരോട് ഇതെങ്ങനെ പറയുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. എല്ലാവരും വളരെയധികം സങ്കടത്തിലായി. അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. എപ്പോഴാണ് പോകുന്നത്? എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്, പോയാൽ മതി. ആ ഒരവസ്ഥയിൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ തളർന്നു പോയി. അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ മാതാവിനെ കാണാൻ ഇവിടെ വന്നു. മാതാവിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് പറ്റി, എവിടെ വെച്ചാണ് എനിക്ക് തെറ്റിപ്പോയെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു, പ്രാർത്ഥിച്ചു. എവിടെയോ ഒരു തടസ്സമുണ്ടായിരുന്നു. ഇത്രയും അനുഗ്രഹം മാതാവ് തന്നപ്പോഴും എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കുക, തടസ്സങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് അച്ഛനെ കണ്ടിറങ്ങി ഫ്രണ്ടിലെ മാതാവിൻ്റെ ഗ്രോട്ടയിൽ ചെന്ന് ഞാൻ കൈവിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ കരഞ്ഞു. അപ്പോൾ ഇവിടെ സേവനം ചെയ്യുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തകൻ എൻ്റെ അടുത്ത് വന്നു, എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു, എന്ത് പ്രശ്നം, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ആ ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞത്, ഇത്രയും അനുഗ്രഹം നിനക്ക് തന്നിട്ടും നീ എന്തുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ല, ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മയുടെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റെന്തായിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. ഇത്രയും അനുഗ്രഹം മാതാവ് തന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നില്ല, പ്രാർത്ഥിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി പോകുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേർന്നു. ഒക്ടോബറിലെ ജപമാല റാലിയിൽ, അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ ഉള്ള അവസരം കിട്ടി. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. പള്ളി എത്തുന്നിടം വരെ ഞാൻ ജപമാല മുറുകെ ചൊല്ലിക്കൊണ്ട് തന്നെ ഒച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് തന്നെ ഞാൻ ചൊല്ലി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഡിസംബർ 23 വീണ്ടും ഉടമ്പടി പുതുക്കി. എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ മാതാവ് എനിക്ക് അടുത്ത വർഷത്തേക്കുള്ള എല്ലാ പേപ്പറുകളും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്തു തന്നു. ജനുവരി ആയപ്പോഴേക്ക് എൻ്റെ കംപ്ലീറ്റ് പേപ്പർ വർക്കുകളും തീർന്നു. ഇനി ഒരു തടസ്സവും കൂടാണ്ട് എനിക്ക് പോകാമെന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ മാർച്ചിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ക്ലാസ്സിൽ കയറാൻ താമസിച്ച് പോയപ്പോൾ പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1 മാസം മുന്നേ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റി. 1 മാസം മുന്നേ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റി. ചെല്ലാനുള്ള ഒരു അവസരം അവർ തന്നു. അങ്ങനെ മാർച്ച് 1-ാം തീയതി ഞാനും എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്തും ജർമ്മനിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് എല്ലാ മാസവും ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം തൊട്ട് ഈ മാസം വരെ ഞാൻ മുടങ്ങാതെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ സാമ്പത്തികമായി രോഗികളായി കിടക്കുന്നവരും ക്രിട്ടിക്കലായിട്ട് ആശുപത്രി കിടക്കുന്നവർക്കും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുമായിരുന്നു. അതുപോലെ ജർമ്മൻ പഠിക്കാൻ പറ്റാതെ എക്സാം എഴുതി പാസ്സാവാൻ പറ്റാത്തവർക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പുകളിലും പിന്നെ ബസ് യാത്ര ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ആൾക്കും ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം സമർപ്പിക്കുന്നു. ജെറമിയ 29:12-13 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും,
പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും.